ഹലോ ശില്പ. ഹലോ, എടാ നീ എവിടെ? ഞാൻ ഇവിടെ ഉണ്ട്, പാർക്കിലുണ്ട്. നീ ഇവിടെ ഇരിപ്പണ്ട, ഞാൻ അവിടെയൊക്കെ നിന്നെ തപ്പായിരുന്നു. സുഖല്ലേ നിനക്ക്? എന്തൊരു മൂഡ് ഓഫ്? എനിക്ക് മൂഡ് ഓഫ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് ന്യൂസിലാൻഡിൽ പോയി പഠിക്കാൻ നല്ല ആഗ്രഹം. എടി അതിനെന്താ, അതൊരു നല്ല കാര്യല്ലേ. പക്ഷേടാ, ഞാൻ ഓരോ ഏജൻസിയും പറഞ്ഞിട്ട് എനിക്ക് ആകെ കൺഫ്യൂഷനാണ്. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് എനിക്കൊരു എത്തും പിടിയില്ല. അതാണോ നിന്റെ പ്രശ്നം? അതിനൊരു ബെറ്റർ സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ടെങ്കിലോ? അതെന്ത് സൊല്യൂഷൻ? എടാ, നമ്മുടെ ജൂബിരീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റഡി അബ്രോഡ് ഏജൻസിയിലെ അവർ ഈ ന്യൂസിലാൻഡ് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ട് ന്യൂസിലാൻഡ് എഡ്യൂക്കേഷൻ ഫെയർ ഈ വരുന്ന ഏപ്രിൽ 11 തൃശ്ശൂരിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്ന് എൻ്റെ കൺഫ്യൂഷൻ മാറും എന്നാണ് നീ പറയുന്നത്? മാറും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരട്ടെ. ഈ ഫെയറിൽ നമുക്ക് ന്യൂസിലാൻഡിൻ്റെ ടോപ്പ് യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? അപ്പം നിനക്ക് നിന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ആകുവാണെങ്കിൽ നിനക്ക് പിന്നെ ഈസി ആയിട്ട് നിനക്കൊരു ഡിസിഷൻ എടുക്കാമല്ലോ. അത് നല്ലൊരു പോയിന്റ് ആണല്ലോ. അപ്പം എനിക്ക് അവരോട് ഡയറക്റ്റ് സംസാരിക്കാനും എൻ്റെ കൺഫ്യൂഷനും മാറും. അത് തന്നെ. അപ്പം എങ്ങനെ 11th പോവല്ലേ? പിന്നെ നീ പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകണ്ട, നിന്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി നീ പോവും. അവിടെ എല്ലാ കൺട്രീസിൻ്റെയും ബ്രീഫിംഗ് തരാനായിട്ട് അവിടെ എക്സ്പേർട്ട് കൗൺസിലേഴ്സ് ഒന്നുണ്ടാകും. ഓ അത് ശരി. അങ്ങനെയാ ഞാൻ റിയേനെ അമലിനെയും കൂടെ വിളിക്കാം. അവരും ഇങ്ങനെ പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. എങ്കിൽ അവർക്ക് പറ്റിയൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇത്. എങ്കിൽ ഞാൻ അവരിപ്പം തന്നെ വിളിക്കട്ടെ. നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാകും അല്ലേ? എങ്കിൽ നിങ്ങളും വന്നോളൂ. ഈ വരുന്ന ഏപ്രിൽ 11 തൃശ്ശൂരിലെ ദാസ് കോണ്ടിനെന്റലിലേക്ക് ഫ്രീ ആയി അറ്റൻഡ് ചെയ്യാം. അതോടൊപ്പം നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യാം. യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സ് ആൻഡ് എക്സ്പെർട്ടൈസ് കൗൺസിലേഴ്സ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. സോ ഡോണ്ട് മിസ് ഇറ്റ്.